പരാബോളയുടെ ലാസ്റ്റ് പാർട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്, പോൾ ആൻഡ് പോളാർ. അപ്പം പരാബോളയ്ക്കുണ്ട്, എലിപ്സിനുണ്ട്, ഹൈപ്പർബോളൊക്കെ ഉണ്ട്, പോളും പോളാറും ഒക്കെ. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്? പോളാറിൻ്റെ ഇക്വേഷനൊക്കെ നേരത്തെ കണ്ടിട്ടുള്ളത്, നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷനുണ്ട്. ടാൻജൻ്റ് അറ്റ് x1y1 എന്തായിരുന്നു? y1 ഈസിക്കൽ ടു 2a ഇൻറ്റു എക്സ് പ്ലസ് x1. അതേ ഇക്വേഷൻ തന്നെയാണ് പോളാറിൻ്റെ. ഓക്കെ, അതേപോലെ തന്നെയാണ് നമ്മുടെ എലിപ്സും ഹൈപ്പർബോളയും എല്ലാം. ടാൻജൻറ്റിൻ്റെയും പോളാറിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. അപ്പോൾ പോളാർ എന്താണ്, പോൾ എന്താണ്? അപ്പോൾ പോളാർ ഓഫ് പോയിൻറ്റ് വിത്ത് റെസ്പെക്ട് ടു എ കോണിക്. അപ്പോൾ ഇവിടെ ആകുമ്പോൾ പരാബോളയാണ്. അപ്പോൾ polar of a point with respect to a conic is defined as the locus of the points of the intersection of the tangents drawn to a conic at the endpoints of the chords passing through the point. എന്നിട്ട് ആ പോയിന്റിനെ, the point whose polar is a given line is called the pole of the line. അപ്പോൾ നോക്കിയേ, ഒരു പോയിന്റിനാണ് ഒരു പോളാർ ഉള്ളത്, ഒരു ലൈനിനാണ് പോളുള്ളത്. പോളെന്ന് വെച്ചാൽ ഒരു പോയിൻ്റാണ്, പോളാർ എന്ന് വെച്ചാൽ ഒരു ലോക്കസാണ്, പാത്താണ്. അപ്പം പോളാർ ഓഫ് പോയിന്റ് വിത്ത് റെസ്പെക്ട് ടു എ കോണിക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ലോക്കസ് ഓഫ് ദ പോയിൻറ്റ്സ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻസ് drawn to a conic at the endpoints of chords passing through the point. The point whose polar is a given line is called the pole of the line. പരാബോളയുടെ പോളാർ നോക്കാം. Find the equation of the polar of x1 y1 with respect to the parabola y square is equal to 4ax. അപ്പം y സ്ക്വയർ ഇസിക്കൽ 4ax എന്ന് പറഞ്ഞ ഒരു പരാബോളയുണ്ട്, ഒരു പോയിൻ്റ് x1 y, അതിനെ p എന്ന് വിളിച്ചു. ലെറ്റ് p ബി ദ ഗിവൺ പോയിൻ്റ് x1 y1. ഓക്കെ, ആൻഡ് QR ബി ദ കോഡ് പാസിങ് ത്രൂ p. അപ്പോൾ ഇവിടെ ഒരു പോയിൻ്റാണ് p കൂടെ പാസ് ചെയ്യുന്ന ഒരു കോഡ് വരച്ചു QR. ഓക്കെ, ദ ടാൻജൻസ് അറ്റ് ക്യൂ. അപ്പോൾ QR, അപ്പോൾ ആ ക്യൂവിലുള്ള ഒരു ടാൻജൻറ്റും ആറിലുള്ള ടാൻജൻറ്റും കൂടെ വരച്ച് ഇവിടെ T എന്ന് പറഞ്ഞ പോയിന്റ് മീറ്റ് ചെയ്തു. അതാ പറഞ്ഞു, ദ ടാൻജൻസ് അറ്റ് ക്യൂ ആൻഡ് ആർ ഇൻ്റർസെക്റ്റ് അറ്റ് T വേർ T ഈസ് x2 y2. ദെൻ ദ ലോക്കസ് ഈസ് ദ പോളാർ ഓഫ് x1 y1. ഓക്കെ, QR എന്ന് വെച്ചാൽ എന്താ യഥാർത്ഥത്തിൽ ടിയിൽ നിന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻറ്റിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റ് തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ? y2 ഈക്വൽ 2a ഇൻറ്റു എക്സ് പ്ലസ് x2. ഇനി QR എന്ന് പറയുന്നത് p കൂടെ പാസ് ചെയ്യുന്ന ആയതുകൊണ്ട് എന്താ പറയുക, ആ കോഡിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൈയുടെ അവിടെ y1ഉം എക്സിൻ്റെ അവിടെ x1 ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. അപ്പോൾ നമുക്ക് ലോക്കസ് ഓഫ് x2 y2നെ എന്നാ പറയാം? x2 y2 മാറി എക്സും y ആക്കും. അപ്പോൾ നമുക്ക് y1 ഈക്വൽ 2a ഇൻറ്റു എക്സ് പ്ലസ് x1. ഇത് തന്നെയല്ലേ ടാൻജൻറ്റ് ഇക്വേഷൻ. ഓക്കെ, അടുത്തത് ദ ഡയറക്ട്രിക്സ് ഈസ് ദ പോളാർ ഓഫ് ദ ഫോക്കസ്. ഫോക്കസിൻ്റെ പോളാർ ഡയറക്ട്രിക്സ് ആണ്. അപ്പോൾ ഫോക്കസിൻ്റെ കോർഡിനേറ്റ് അറിയാം, A0 ആണ്. ഇക്വേഷൻ ഓഫ് ദ പോളാർ ഇതല്ലേ. അപ്പം എക്സിന് A എന്നും വൈക്ക് 0 എന്നും ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്താ, അതായത് അപ്പോൾ എന്നാ കിട്ടും? y ഇൻറ്റു 0 ഈക്വൽ 2a ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ 2a എന്ന് പറയുന്നത് 0 ആകത്തില്ല, അപ്പോൾ എക്സ് പ്ലസ് a ആണ് 0. അതെന്ന് പറയുന്നത് ഡയറക്ട്രിക്സിൻ്റെ ഇക്വേഷനാണ്. ഓക്കെ, അപ്പം ഫോക്കസിൻ്റെ പോളാർ എന്ന് വെച്ചാൽ ഡയറക്ട്രിക്സ് ആണ്. അടുത്തത്, ഇഫ് ദ പോളാർ ഓഫ് P passing through Q, then the polar of Q passes through P. അതായത് പിയുടെ പോളാർ ക്യൂ കൂടെ പാസ് ചെയ്താൽ ക്യൂവിൻ്റെ പോളാർ പി കൂടെ പാസ് ചെയ്യും. അപ്പം പരാബോള y സ്ക്വയർ ഈസിക്കൽ 4ax,
പി ക്യൂ രണ്ട് പോയിൻ്റാണ് x1 y1ഉം x2 y2. പോളാർ ഓഫ് പി എന്ന് പറയുന്നത് y1 ഈക്വൽ 2a ഇൻറ്റു എക്സ് പ്ലസ് x1 ആണ്. അത് ക്യൂയിൽ കൂടെ പാസ് ചെയ്യുന്നു, അതായത് x2 y2 കൂടെ പാസ് ചെയ്യുന്ന വെച്ചാൽ എന്തുവാ, ഇവിടെ എക്സിൻ്റെ അവിടെ x2 എന്നും വൈയുടെ അവിടെ y2 എന്ന് കൊടുക്കുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത എന്തുവാ, അപ്പോൾ അതിൽ നിന്ന് എന്താ പറയുക, x1 y1 എന്ന് പറയുന്നത് ലൈസ് ഓൺ ദ ലൈൻ y2 ഈക്വൽ 2a ഇൻറ്റു എക്സ് പ്ലസ് x2. അതെന്ന് പറയുന്നത് x2 y2ൻ്റെ പോളറാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, പി ലൈസ് ഓൺ പോളർ ഓഫ് ക്യൂ എന്നും പറയാം. അടുത്ത ഫൈൻഡ് ദ പോൾ ഓഫ് ദ ലൈൻ lx പ്ലസ് my പ്ലസ് n ഈക്വൽ ടു 0 വിത്ത് റെസ്പെക്ട് ടു പരാബോള. അപ്പോൾ ഒരു ലൈൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോള, അപ്പം ലെറ്റ് x1 y1 ബി ദ പോൾ എന്ന് വെക്കുക. അപ്പം ഇനി x1 y1ൻ്റെ പോളാറിൻ്റെ ഇക്വേഷൻ ഇതാണ്. അതെല്ലാം കൂടെ ഒരു സൈഡിൽ കൊണ്ടുവന്നു, തന്നേക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇത് തമ്മിൽ കമ്പയർ ചെയ്യുക, സെയിം ലൈനിനെ റെപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ 2a ബൈ എൽ എ ഈക്വൽ മൈനസ് y1 ബൈ എം എ ഈക്വൽ 2a ബൈ എൻ, 2a x1 ബൈ എൻ അങ്ങനെ എഴുതുന്നു. അപ്പോൾ അതിൽ നിന്ന് x1 ഉം y1 എഴുതും. x1 n ബൈ എല്ലും y1 മൈനസ് 2am ബൈ എല്ലും. അപ്പം നമുക്ക് പറയാം പോൾ ഓഫ് ദ ഗിവൺ ലൈൻ ഈസ് ദ കോർഡിനേറ്റ് n ബൈ എൽ മൈനസ് 2am ബൈ എൽ. അടുത്ത the condition that the lines lx plus my plus na equal to 0 and l1x plus m1y plus n1 equal to 0 to be conjugate is this. ഓക്കെ, അപ്പം lx plus my plus n അതിൻ്റെ പോള് ഇതാണ്. ആ പോളെന്ന് പറയുന്നത് എന്താ, ആ പോയിൻ്റ് എന്ന് പറയുന്നത് മറ്റേ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് n ബൈ എൽ എന്നും വൈയുടെ സ്ഥാനത്ത് മൈനസ് 2m ബൈ എൽ എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ കിട്ടുന്നു, അത് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. അതാണ് നമുക്ക്. ഓക്കെ, ഇപ്പോൾ കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ എന്തോ ഒന്ന് മറ്റേതിലുണ്ട്. ഓക്കെ, അപ്പോൾ കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ എന്താണ്, 2 ലൈൻസ് lx plus my plus n equal to 0 and l1x plus m1y plus n1 equal to 0 are said to be conjugate with respect to parabola if pole of one lies on pole of one lies on other. അതായത് പോൾ ഓഫ് ഫസ്റ്റ് ലൈൻ ലൈസ് ഓൺ സെക്കൻഡ് ലൈൻ, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അതിനെയാണ് കോൺജുഗേറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സസൈസ് ഉണ്ട്. Find the locus of the poles of the tangents to the parabola y square is equal to 4x with respect to the parabola y square is equal to 4bx. അത് തിരിച്ചു ചോദിക്കുമ്പോൾ പോളാറിൻ്റെ രീതിയിൽ. അപ്പോൾ y square is equal to 4x എന്ന് പറഞ്ഞ പരാബോള. ലെറ്റ് p x1 y1 be the pole of a tangent to the parabola with respect to the second parabola. That is, the polar of P with respect to second parabola is a tangent to first parabola. Polar of P with respect to second parabola is ഇതാണ് നമ്മൾ ഇക്വേഷൻ കണ്ടു. അതിലെ y ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതി. അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ടാൻജൻ്റാണ്. ഓക്കെ, ടാൻജൻ്റ് ആണെങ്കിൽ എന്തുവാ കണ്ടീഷൻ, y ഈക്വൽ എം എക്സ് പ്ലസ് സി ടാൻജൻ്റ് ആവുന്ന കണ്ടീഷൻ സി ഈക്വൽ ടു എ ബൈ എം. അപ്പം വെച്ചാൽ എന്തുവാ, ഇതെന്ന് പറയുന്നത് എന്താണ്, എ ബൈ എം ആണ്. അപ്പോൾ എയുടെ സ്ഥാനത്ത് എ ബൈ 2m, എമ്മിൻ്റെ സ്ഥാനത്ത് 2b ബൈ എ. ഓക്കെ, 2b ബൈ കണ്ട എം, y ഈക്വൽ എം എക്സ് പ്ലസ് സി അല്ലേ, എം ഇതാണ് 2b ബൈ a1, എ എന്തോ അത് തന്നെ. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്നാ കിട്ടും, ഇത് അപ്പുറത്ത് ഇൻറ്റു ചെയ്തു, ഇത് അപ്പുറത്ത് പോയി. അപ്പോൾ എന്നാ എ y1 സ്ക്വയർ ഈക്വൽ ടു 4b സ്ക്വയർ x1. അപ്പോൾ അതിൻ്റെ ലോക്കസ് എന്തുവാ, എ y സ്ക്വയർ ഈക്വൽ ടു 4b സ്ക്വയർ x.
അടുത്ത് ഫൈൻഡ് ദ ലോക്കസ് ഓഫ് ദ പോൾസ് ഓഫ് കോഡ്സ് ഓഫ് എ പരാബോള സബ്ടെൻഡിങ് എ റൈറ്റ് ആംഗിൾ അറ്റ് ദ വെർട്ടക്സ്. അപ്പോൾ നമ്മൾ മുമ്പ് ഈ ഫിഗറൊക്കെ കണ്ടേ, വെർട്ടക്സിൽ റൈറ്റ് ആംഗിൾ വരുന്ന രീതിയിലുള്ള. അപ്പോൾ x1 y1 എന്ന് വെച്ചാൽ പോൾ എഴുതി, സബ്ടെൻഡിങ് 90 ഡിഗ്രി. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ കോഡ് ഇതാണ്, അതായത് ഇതാണ്. ഈ കോഡ് എന്തോ ക്യൂയിലും ആറിലും മീറ്റ് ചെയ്യുന്നു. ഇനി വെർട്ടക്സ് എന്തോ 0 0 ആണ്. അതാണ് പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദിസ് y1 മൈനസ് 2x = 2ax1 പരാബോളയും. അപ്പോൾ അത് കമ്പയർ ചെയ്ത് നമ്മുടെ ഹോമോജിനിയസിങ് ദ ഇക്വേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 4ax² മൈനസ് 2y1xy പ്ലസ് x1y² = 0. ഇനിയും ഈ ആംഗിൾ 90 ആയതുകൊണ്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടോ, x² കോഎഫിഷ്യൻറ്റ് y² കോഎഫിഷ്യൻറ്റ് ആഡ് ചെയ്യുമ്പോൾ 0. അപ്പോൾ x² കോഎഫിഷ്യൻറ്റ് 4a, y² x1, 4a + x1 = 0. അപ്പോൾ ലോക്കസ് എന്തോ x + 4a = 0. അടുത്ത എന്താ, ദ പോളാർ ഓഫ് എനി പോയിന്റ് p വിത്ത് റെസ്പെക്ട് ടു ദ സർക്കിൾ x² + y² = a² touches the parabola y² = 4x. Show that p lies on the curve y² + ax = 0. അപ്പം നമ്മൾ പോയിന്റ് x1 y1 p എന്ന് വിളിച്ചു. ദെൻ ദ പോളാർ വിത്ത് റെസ്പെക്ട് ടു സർക്കിൾ ഈസ്, സർക്കിളിൻ്റെ ഇക്വേഷൻ x² + y² = a² ഈസ് എന്താ, x(x1) + y(y1) = a². അതാണ് അവിടുത്തെ പോളാർ. അപ്പോൾ നമുക്ക് എന്താ പറയുക, y = എന്ന് പറഞ്ഞ് എഴുതി, y = -x1/y1x + a²/y1. അത് ഈ പരാബോളയെ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇത് ആണ്. അപ്പോൾ എന്താ പറയുക, ടാൻജൻ്റ് ആണെങ്കിൽ നമുക്കറിയാം c = a/m. അപ്പോൾ a/m എന്തോ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയത്. അപ്പോൾ a²/y1 = ഇങ്ങനെ. അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ ഇത് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ ലോക്കസ് ഓഫ് ദ പോൾസ് ഓഫ് നോർമൽ കോഡ്സ് ഓഫ് പരാബോള ഈസ് x + 2a × y² + 4a³ = 0. നോർമൽ കോഡിൻ്റെ കാര്യം. അപ്പോൾ PQ ആണ് നോർമൽ കോഡ് അറ്റ് ദ പോയിന്റ് t. അത് t എന്ന് വെച്ചാൽ at², 2at. അപ്പോൾ ആ PQൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ y + xt = 2at + at³. നോർമൽ ഇക്വേഷൻ. x1 y1 പോളാന്ന് എടുത്തു, PQ അതിൻ്റെ പോളാറാണ്. അപ്പോൾ പോളാറിൻ്റെ ഇക്വേഷൻ എന്തോ y1 = 2a × x + x1. ആ ലൈനും നമ്മുടെ ഈ രണ്ട് ലൈനും സെയിം ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, ഈ രീതിയിൽ എഴുതാം. അങ്ങനെ അതിൽ നിന്ന് t കിട്ടി, t = -2a/y1, 2ax1/y1 = 2at + at³. അപ്പോൾ ടിയുടെ വാല്യൂ നമ്മുടെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്ത് നമുക്ക് therefore the locus of x1 is, ഇതിനകത്ത് x1ൻ്റെ സ്ഥാനത്ത് x ഉം y1ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുമ്പോൾ y² × x + 2a + 4a³ = 0 എന്ന് കിട്ടും. ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് നോക്കാം. ദ പോളാർ ഓഫ് എ പോയിന്റ് P വിത്ത് റെസ്പെക്ട് ടു ദ പരാബോള y² = 4x meet the curve in Q and R. Show that P lies on the line Lx + My + N = 0. Then the midpoint of QR lies on the parabola L × y² - 4x + 2a × Lx + My + N = 0. ഇപ്പം P എന്ന് പറയുന്നത് HK, T എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിൻ്റാണ്, QR-ൻ്റെ മിഡ് പോയിൻ്റാന്ന് വെച്ചു. അതിനെ x1 y1 എന്ന് വിളിച്ചു. QR-ൻ്റെ ഇക്വേഷൻ ടാൻജൻ്റാണ്, അതുകൊണ്ട് y1 - 2a × x(x1) = y1² - 4x. അതായത് T1 = S1 എന്ന് എഴുതി, റീസൺ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇനി QR എന്ന് പറയുന്നത് Pയുടെ ഒരു പോളാറാണ്.
അപ്പോൾ ക്യു ആർ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എച്ചും കെ അല്ലേ, അപ്പോൾ എക്സും വൈ മാറ്റി എച്ചും കെ ആവും. അപ്പം വൈ കെ ഈസിക്കൽ 2a ഇൻറ്റു എക്സ് പ്ലസ് എച്ച്. അപ്പോൾ ഇങ്ങനെ കിട്ടി. ഇനി ഇത് രണ്ടും സെയിം ലൈനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ എഴുതാം. അത് ചെയ്യുമ്പോൾ y1 k എന്നും y1 സ്ക്വയർ മൈനസ് 2a x1 ഈക്വൽ ടു 2a h എന്നും കിട്ടി. ഇനി ഈ പോയിൻ്റ് എച്ച് കെ എന്ന് പറയുന്നത് LX പ്ലസ് MY പ്ലസ് N, ആ ലൈനിൽ പി ലൈസ് ഓൺ ലൈൻ എന്നാണ് പറഞ്ഞു, ലൈനിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ LH പ്ലസ് MK പ്ലസ് N ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി ഇതിനകത്ത് നമ്മുടെ എച്ചിൻ്റെയും കെയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് എച്ച് ആൻഡ് കെ ഇൻ ദിസ് ഇക്വേഷൻ. അപ്പം എച്ച് എന്ന് പറയുന്നത് ഇതാണ്, കെ എന്ന് പറയുന്നത് എന്തോ y1. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ ആൻസർ കിട്ടും. ഓക്കെ, ഇതല്ലാതെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതെല്ലാം ചെയ്ത് പഠിച്ചാൽ മാത്രമേ പരീക്ഷയ്ക്ക് വല്ലതും ചോദിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ അതിനകത്തെ ടേംസ് വെച്ച്, പരാബിളയാണെങ്കിൽ പരാബിളയുടെ ഇക്വേഷൻ, അതിൻ്റെ ടാൻജൻറ്റ് ചോദിച്ചെങ്കിൽ ടാൻജൻറ്റ്, കോഡ് ചോദിച്ചെങ്കിൽ കോഡ്, നോർമൽ ചോദിച്ചെങ്കിൽ നോർമൽ, അതൊക്കെ ഒന്ന് എഴുതി അറ്റൻഡ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് എക്സെൻട്രിസിറ്റി പരാബിളയാകുമ്പോൾ ഇ ഈക്വൽ ടു 1, എലിപ്സ് ആകുമ്പോൾ ഇ ലെസ് ദാൻ 1, ഹൈപ്പർബോളയാകുമ്പോൾ ഇ ഗ്രേറ്റർ ദാൻ 1, സ്റ്റാൻഡേർഡ് ഇക്വേഷൻ, ലാറ്റസ് റെക്റ്റം. ഇനി കണ്ടീഷൻ y ഈക്വൽ mx പ്ലസ് c ടാൻജൻ്റ് ആകാനുള്ള കണ്ടീഷൻ, LX പ്ലസ് MY പ്ലസ് N ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ ലൈന് ടാൻജൻ്റ് ആകാനുള്ള കണ്ടീഷൻ, പരാബോളയുടെ ഓർത്തോപ്റ്റിക് ലോക്കസ്, ടാൻജൻ്റ്, പാരാമീറ്റർ, കോഡ്, ടാൻജൻ്റ് അറ്റ് എ പോയിൻ്റ്, ഇൻ്റർസെക്ഷൻ ഓഫ് ടാൻജൻ്റ്, നോർമൽ, പെയർ ഓഫ് ടാൻജൻ്റ്, കോഡ്, പോളാർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു.